2 വയസ്സുകാരി നാടോടി പെൺകുട്ടിയെ കഴിഞ്ഞ 18-ാം തീയതി പേട്ട റെയിൽവേ സ്റ്റേഷൻ അടുത്ത് നിന്നും പേട്ട ശംഖുമുഖം റോഡിൽ നിന്നും തട്ടിക്കൊണ്ട് പോയ സംഭവം കേരളത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു. ഏതായാലും 12 ദിവസത്തിന് ശേഷം ആ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പോലീസ്. സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജിനെയും DCP നിന്ദിരാജിനെയും അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. അവരുടെ കൂടെ ആ കേസ് അന്വേഷണത്തിന് മുൻനിരയിൽ നിന്ന ശംഖുമുഖം ACP രാജപ്പന്, അതുപോലെ SHO ശ്രീജിത്ത്, SI-മാരായ സന്തോഷ്, അഭിലാഷ്, ഉമേഷ്, TJ സാബു തുടങ്ങിയ ആ സംഘത്തിന് കൃത്യമായ അഭിനന്ദനം കൊടുക്കേണ്ടതാണ് ഗവൺമെൻറ്. കാരണം കുട്ടിയെ നമുക്ക് 19 മണിക്കൂറിന് ശേഷം ജീവനോടെ കിട്ടി. നാടോടികളായവരുടെ ഉറങ്ങിക്കിടന്ന കൊച്ചിനെ രാത്രി 12:30 അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയ ഒരാൾ. ആ കുട്ടിയെ നമുക്ക് 19 മണിക്കൂറിന് ശേഷം പേട്ട ബ്രഹ്മോസിൻ്റെ പുറവശത്തെ റെയിൽവേ ട്രാക്കിനടുത്ത് വിജനമായ കാട്ടിലെ ഏകദേശം 8 അടിയോളം താഴ്ചയുള്ള കുഴിയിൽ നിന്ന് ഭാഗ്യത്തിന് പോലീസിൻ്റെ കയ്യിൽ കിട്ടി. കേരളം അന്ന് ഒരു ആശ്വാസം കൊണ്ടു. ഓയൂര് നമുക്കൊരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയ കേരളം മുഴുവൻ ഞെട്ടി ഉണർന്നതായിരുന്നു. ആ കുട്ടിയെ ജീവനോടെ നമുക്ക് ലഭിച്ചു. നാടോടി കുട്ടി നമുക്ക് ജീവനോടെ ലഭിച്ചു. പക്ഷെ ആരാണ് ഓയൂരിലെ സംഭവം? നമ്മൾ ആളെ കണ്ടുപിടിച്ചു. ഈ നാടോടി കുട്ടിയെ തട്ടിക്കൊണ്ട് പോയത് ആര്? ഇപ്പം അതിന് നമുക്ക് ആളെ കണ്ടെത്താൻ പോലീസിൻ്റെ കൃത്യമായ അന്വേഷണം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പോലീസ് ആ അന്വേഷണം പതുക്കെ ആക്കി അതങ്ങ് വിട്ടുകളയും. അത് വിസ്മരിക്കപ്പെടും. പക്ഷേ സിറ്റി പോലീസ് കമ്മീഷണറുടെയും നിതിൻ രാജിൻ്റെയും DCP-യുടെയും നാഗരാജിൻ്റെയും ഒപ്പം നിഖിൽ രാജ് എന്ന DCP-യുടെയും നിസ്വാർത്ഥമായ സേവനം, ശംഖുമുഖം ACയുടെ കീഴിലുള്ള ആൾക്കാരുടെ സേവനം നമുക്ക് മറക്കാൻ ഒക്കില്ല. കേരളത്തിൽ അടിയന്തരമായി ലഭിക്കേണ്ട പീഡോഫീലിയക്കാരനായ അലഞ്ഞുതിരിയുന്ന ഒരുത്തനെ കണ്ടെത്തി എന്നുള്ളതാണ് ഈ കേസിൻ്റെ പ്രത്യേകത. ഇയാൾ കഴിഞ്ഞ ജനുവരി 22-നാണ് അസംകുട്ടി എന്ന അയിരൂർക്കാരൻ 50 വയസ്സുകാരൻ ജയിലിൽ നിന്ന് മോചനമായത്. 3.5 വർഷം ജയിലിൽ കിടന്നിട്ട് ഇറങ്ങിയ അയാൾ ഫെബ്രുവരി 18-ാം തീയതി അടുത്ത കുറ്റം ചെയ്തു. വളരെ സീരിയസ് ആയ ഒരു കുറ്റം തന്നെയാണ്. 2 വയസ്സുകാരിയെ പീഡിപ്പിക്കാനായിട്ട് അയാൾ ആ റോഡ് സൈഡിൽ വന്ന് കുട്ടിയെ കണ്ടപ്പോൾ അയാൾ കുട്ടിക്ക് മിഠായി വാങ്ങിച്ചു കൊടുത്തു. അതിനവിടുന്ന് ഒരു കരിക്ക് വാങ്ങിച്ചു കുടിച്ചു. അതിനുശേഷം രാത്രി 12:30 വന്ന് അവരുടെ ഉറങ്ങിക്കിടക്കുന്ന അവരുടെ ആ കുട്ടിയെ ഇയാൾ എടുത്തുകൊണ്ട് പോയി. കുട്ടിയെ എടുത്തുകൊണ്ട് പോയ സമയത്ത് കുട്ടി കരഞ്ഞു എന്നാണ് അയാൾ ഇപ്പം പറയുന്നത്. വാവുത്തിപ്പിടിച്ചു, കുട്ടിക്ക് ബോധം പോയി. അതുകൊണ്ട് ആ ബ്രഹ്മോസിൻ്റെ പുറകിലുള്ള റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തുള്ള കാട്ടിൽ ഇയാൾ ഉപേക്ഷിച്ചു പോയെന്നാണ് ഇപ്പം പറയുന്നത്. ഏതായാലും പല ദൃശ്യങ്ങളും പോലീസ് നോക്കി. സിറ്റി പോലീസ് കമ്മീഷണർ പ്രത്യേകിച്ച് നിതിൻ രാജ് വളരെയധികം ദൃശ്യങ്ങൾ നോക്കി. ഏകദേശം 3000-ഓളം ടെലിഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ കോളുകളുടെ ഒരു ഏരിയ ആയിരുന്നു ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയത്. വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരുന്നു. 3000-ഓളം കോളുകൾ ആ രാത്രി 12:30-ക്ക് ശേഷം നോക്കേണ്ടി വരുന്നു. എന്തായാലും പോലീസ് അതിലേക്ക് പോയി. അതോടൊപ്പം തന്നെ അത് ട്രാക്ക് ചെയ്തു. ബ്രഹ്മോസിൻ്റെ അവിടുത്തെ ദൃശ്യത്തിൽ നിന്ന് ഒരു ആള് കുട്ടിയെ കൊണ്ട് പോകുന്നത് മൂടിപ്പൊതിഞ്ഞ് പുതച്ച് കൊണ്ടുപോകുന്നത് കണ്ടു. ഇയാളെ ഇപ്പോൾ പോലീസ് ഏകദേശം 19 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 12-14 ദിവസത്തിന് ശേഷം ഇയാളെ കണ്ടെത്തി. ഇയാളുടെ ദൃശ്യങ്ങൾ കേരളത്തിലെ എല്ലാ ജയിലുകളിലും അയച്ചു കൊടുത്തു. കൊല്ലം ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് ഇവനെ തിരിച്ചറിഞ്ഞു. ഇത് ഹസൻ എന്ന് പറഞ്ഞ അയിരൂർകാരൻ, വർക്കല അയിരൂരുള്ള ആളാണ്. 8 മോഷണ കേസുകളിൽ പ്രതിയാണ്. അമ്പലമോഷണം, ഓട്ടോറിക്ഷ മോഷണമുണ്ട്. ഇയാൾക്കൊരു മൊബൈൽ ഫോണുണ്ട്, പക്ഷെ ഉപയോഗിക്കാറില്ല. ഇയാൾ രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കുന്ന ആളാണ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളാണ്. അയാൾ രാത്രികാലങ്ങളിൽ കേരളത്തിലുള്ള ഏതെങ്കിലും രാത്രിയിലെ തട്ടുകടയിൽ പോയി നിന്ന് അവിടെ പാത്രമൊക്കെ കഴുകി കൊടുത്തു രാത്രി അവിടെ നിന്ന് 2-3 ദിവസം നിന്ന് അല്പം പണം ഉണ്ടാക്കും, എന്നിട്ട് സഞ്ചരിക്കും, എന്നിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് സെക്ഷൽ ആക്ടിവിറ്റി ചെയ്യുന്നു. ഇയാളൊരു പെർവേർഷൻ
പെർവർട്ടഡ് ആണ്, പീഡോഫീലിയക്കാരനാണ്, കുട്ടികളോടാണ് കമ്പം, കുട്ടികളാണ് അയാളുടെ ഡെസ്റ്റിനേഷൻ. അതുകൊണ്ട് ഈ പോലീസിൻ്റെ അറസ്റ്റ് ചെയ്ത് ഇവനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഇയാൾ ചെയ്ത പല കൃത്യങ്ങളും ഇനിയും തെളിയേണ്ടിയിരിക്കുന്നു. പത്തനംതിട്ട ജില്ലയിലോ കൊല്ലം ജില്ലയിലോ അടുത്ത കാലത്ത് ഒരു 3-4 മാസം മുമ്പ് അവിടുത്തെ വയലിൽ ഒരു കുഞ്ഞു കൊച്ചിൻ്റെ മൃതദേഹം ചവിട്ടിത്താഴ്ത്തിയ നിലയിൽ നമ്മൾ കണ്ടു. ഏത് കുട്ടിയാണെന്ന് അറിയില്ല. അത് പോലീസ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ DNA ശേഖരിച്ചിട്ടുണ്ട്. കുട്ടിയെ കാണാതെ പോയ ഒരു അവകാശം ആരും കൊണ്ടുവന്നില്ല. ഇയാൾ എവിടുന്ന് തട്ടിക്കൊണ്ട് വന്ന് ഇയാളാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം ഇയാൾ നിരന്തരം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ഇവിടെ അയാൾ കൊല്ലത്ത് നിന്ന് വർക്കല ഇറങ്ങാനായിട്ട് ട്രെയിനിൽ അന്ന് രാത്രി വന്നു. അയാൾ ഉറങ്ങിപ്പോയി. അവസാനം കണ്ണു തുറന്നപ്പം പേട്ട റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ ഇറങ്ങി ഇയാൾ നടന്നു. അങ്ങനെ 12:30ക്കാണ് റോഡ് സൈഡിൽ കിടന്നിറങ്ങുന്ന കുഞ്ഞിനെ കാണുന്നത്. അവിടെ ഇയാൾ നിന്നു, കുഞ്ഞിന് മുട്ടായിയൊക്കെ കൊടുത്തു, അവിടുന്ന് ഒരു കരിക്ക് കുടിച്ചു. ഇതാണ് പിന്നീട് രാത്രി വന്നിട്ട് കുട്ടി എടുത്തുകൊണ്ട് പോയത്. ഇയാളൊരു പീഡോഫീലിയക്കാരൻ തന്നെയാണ്. പല കൃത്യങ്ങളും ഇയാൾ കുട്ടികളെ കൊന്നിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതിലേക്ക് പോലീസ് വരണം. ഏതായാലും ഈ ടീം, ഞാൻ 2 വിവരങ്ങളുടെ പറയുന്നു. ഇവിടെ 2 സംഭവങ്ങളൊന്ന് പത്തനംതിട്ട ജില്ലയിലെ, എൻ്റെ ഒരു ഓർമ്മ പത്തനംതിട്ട ജില്ലയിൽ ഒരു 3-4 മാസം മുമ്പ്, അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലായിരിക്കും, ഒരു കൊച്ചിനെ വയലിൽ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട്. കുഞ്ഞു കൊച്ചാണ്. അതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഓയൂര്. നമ്മുടെ നേരത്തെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നമ്മൾ ആ കുട്ടിയെ കണ്ടെത്തി, നമ്മൾ ദീർഘശ്വാസം വിട്ടു. കാസർഗോഡ് ഉപ്പളയിൽ അവിടെ 2 മാസം പ്രായമുള്ള ഒരു കൊച്ചിനെ അവിടുത്തെ ഒരു വയലിൽ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട്. കാസർഗോഡ് ഉപ്പളയുള്ള സത്യനാരായണ, സുമംഗലി എന്നിവരുടെ കുട്ടി, ഉറങ്ങിക്കിടന്ന കുട്ടിയെ അതിന് അടുത്തുള്ള പച്ചിലപ്പാറ വയലിലാണ് ചവിട്ടി താഴ്ത്തിയിരിക്കുന്നത്. കാരണം ഇയാൾ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രെയിൻ നടക്കുന്നതാണ്. അത് ഇയാൾ അവിടെ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കണം പോലീസ്. ആ ഏരിയയിൽ ഇയാൾ നടന്നിട്ട് തീർച്ചയായിട്ടും ഇയാൾ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രെയിനിൽ പണം മുടക്കാതെ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ വിശദമായിട്ട് ചോദിക്കണം. ഉൾപ്പെടെയുള്ള കേസുകൂടെ സിറ്റി പോലീസ് ചോദിക്കണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ 3-4 മാസം മുമ്പ് കൊല്ലം ജില്ലയിലെ പത്തനംതിട്ടയിലെ ഒരു കൊച്ചിനെ ഒരു വയലിലല്ല, വെള്ളക്കെട്ടിൻ്റെ അവിടെ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട്. കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല, പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം, നമ്മളെല്ലാവരും ശ്രദ്ധിച്ച ഒരാളുണ്ട്. ഓയൂര് ഒരു കുട്ടിയെ കാണാതെ പോയി. 3-ാം ദിവസം വെള്ളത്തിൽ കിടന്ന് കിട്ടി നമുക്ക്. അത് കല്ലമ്പലത്തിലെ മോഷണം നടത്തുന്ന ഈ വ്യക്തി കൊല്ലം ജില്ലയും തീർച്ചയായിട്ടും കല്ലമ്പലം ഭാഗം, ഓയൂർ ഭാഗമൊക്കെ വളരെ സുപരിചിതനാണ്. ആ ഏരിയ മുഴുവൻ ഇയാൾക്കറിയാം. അതുകൊണ്ട് ആ കൊച്ചിനെ കാണാതെ പോയതിൻ്റെ 3-ാം ദിവസം അതിനടുത്ത് ഓയൂര് തന്നെയാണ് ആ സംഭവം. അതിനടുത്ത് നമുക്ക് കണ്ടുകിട്ടി. ഈ 3 വിവരങ്ങൾ എൻ്റെ മനസ്സിലിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് പറയുന്നത്. മോഡസ് ഓപ്പറാണ്ടി അനുസരിച്ച് ഇവൻ തന്നെ ചെയ്യാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ഈ സംഭവം അറിഞ്ഞപ്പം തന്നെ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഒരാൾ പീഡോഫീലിയക്കാരനാണ്, അയാളുടെ കാര്യം പറഞ്ഞിരുന്നു. അതുപോലെ ഈ കഴക്കൂട്ട ഏരിയയിൽ ഒരാളുണ്ട്, അയാളുടെ കാര്യം പറഞ്ഞിരുന്നു. ഏതായാലും അവർ 2 പേരും അല്ല, പുതിയ ആളെ നമുക്ക് കണ്ടെത്തി. അപ്പം നിരന്തരം യാത്ര ചെയ്ത് ഇതുപോലെ കുട്ടികളെ പീഡിപ്പിച്ച് കൊല്ലുന്ന ഒരുത്തൻ തന്നെയാണ് ഇയാൾ. അതുകൊണ്ട് ഈ 3 കേസുകൾ തീർച്ചയായിട്ടും പ്രോബ് ചെയ്യണം. നിതിൻ രാജും DCP എന്ന നിതിൻ രാജും അതുപോലെ തന്നെ നാഗരാജ് കമ്മീഷണറും ഇതൂടെ അവരെ പ്രോബ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വിവരം ഇപ്പം പറഞ്ഞു വയ്ക്കുന്നത്.